നമ്മൾ ടയർ അയച്ചിട്ടുണ്ട്. നമ്മൾ റിമ്മ് അവിടെ കുടുക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത്ര റിസ്ക് ഇത് ചെയ്യണത് നിങ്ങൾ ലൈക്കിനും കമൻറ്റും അതുപോലെ തന്നെ നിങ്ങൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരിലേക്ക് ഷെയർ കൊടുക്കട്ടോ. ആയില്ലേ? മച്ചാൻ പറഞ്ഞ പുതിയൊരു വ്ളോഗിലേക്കാണ്. പുതിയ വ്ളോഗ് മീൻസ് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്പെരിമെൻ്റ് എന്താ വെച്ചാൽ കണ്ടേക്ക് ഈ ഒരു ബൈക്കും അതുപോലെ നമ്മളൊരു എന്താ പറയുക ഫ്രിഡ്ജിൻ്റെ ഒരു ബോക്സ്, അതായത് നമ്മൾ കണ്ട അടപ്പാണത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റിമ്മ യൂസ് ചെയ്തത് കണ്ടേക്ക്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നതൊക്കെ എനിക്ക് ഏകദേശം തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് വിവരിച്ചുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സഫർ ബോർഡ് ഉണ്ടാവും. സഫർ ബോർഡ് അതായത് നമ്മൾ ഈ കടലുകൾ കണ്ടോ, നിങ്ങൾ എന്താ പറയുക കടലിൻ്റെ മുകളിൽ നിന്ന് ഒരു ബോർഡിൽ നിന്നിട്ട് ഇങ്ങനെ മറിഞ്ഞ് ചാടുന്ന സംഭവം കണ്ടോ? അപ്പോൾ അത്തരത്തിൽ ചെറിയ എന്താ പറയുക നമ്മൾ ബൈക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ കടലൊന്നും ഇല്ലല്ലോ, ഇവിടെ പുഴയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ്, ഇവിടെ വെച്ചിട്ട് നമ്മളൊരു ചെറിയ സഫറിങ്ങിലെ സംഭവം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. വിജയിക്കുമെന്ന് അറിയില്ല, എന്നാലും നിങ്ങൾക്ക് ഫുള്ളായിട്ട് വീഡിയോ കാണട്ടോ. എന്തൊക്കെ സംഭവിച്ചാൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഈ എന്ന് കാണിച്ചാൽ നമ്മൾ എങ്ങനെ ഇവിടെ എത്തി, ഇത് എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്, എന്താണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്, എല്ലാം നിങ്ങൾ കണ്ടിട്ട് പോവാം. ആദ്യം എന്ത് ചെയ്യുക, ഇത് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പോവാം. ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കട്ടെ. സംഭവം ഒരു സിമ്പിൾ വർക്കാണ്. കാരണം വെച്ചാൽ നമ്മൾ ആഗ്രഹക്കടയിൽ പോയിട്ട് ഒരു ഫ്രിഡ്ജിന്റെ ഡോർ സംഘടിപ്പിച്ചു. അപ്പോൾ അതിങ്ങനെ കാണാൻ ചൊറുക്കമ്മയതുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത കേട്ടോ. അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ പട്ട വാങ്ങിയൊരു എന്താ പറയുക ഒരു തകരന്റെ പട്ട വാങ്ങിയിട്ട് എന്ത് ചെയ്തു, ഇതേപോലെ രണ്ട് സൈഡ് എല്ലടിച്ചു. എല്ലടിച്ചിട്ട് എന്ത് ചെയ്തു, ഇതിങ്ങനെ തെറിച്ചിരിക്കുന്ന ബോറാണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ACP ഷീറ്റ് എടുത്തിട്ട് നമ്മളിത് മൊത്തമായിട്ട് കവർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ എല്ല് ഉള്ളോട്ട് മടക്കിയിട്ട് നമ്മൾ 4 റിബിറ്റ് കൊടുത്തിട്ടു. അപ്പോൾ അതിനുശേഷം എന്താ ഒരു ഉൾഭാഗം ഒരു ഹോളായി നിൽക്കുമല്ലോ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, സെയിം ACP ഷീറ്റ് എടുത്തിട്ട് കവർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ACP ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനെ പൊള്ളായി കിടക്കൂല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, തെർമോക്കോൾ എടുത്ത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തു. അപ്പോൾ അതോടുകൂടി ആ ഒരു ബോറോട് മാറി കിട്ടി. അപ്പോൾ ഇത്ര സംഭവം നമ്മൾ ചെയ്തിട്ടോ. അപ്പോൾ വെരി സിമ്പിൾ വർക്കാണ്. അപ്പം നേരെ ഇനി ഓടിച്ചു നോക്കിയാലോ. അപ്പോൾ ഗൈസ് നമ്മൾ ടയറും കൂരി സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്താ കണ്ട റിമ്മ്, അതായത് നമ്മൾ പഴയ റിമ്മ് തന്നെയാണ് ഇതന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ. അപ്പോൾ ഇത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തായാലും ഇത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി വെച്ചാൽ നമ്മളെ കയറുണ്ട്, ഞങ്ങൾ ഇതാണ് കയറ്. ഈ കയറിന് നമ്മൾ നെക്സ്റ്റ് അവിടെ കൊണ്ടുവച്ചിട്ട് ഇതിപ്പോൾ റോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ വേണ്ടി വെച്ചാൽ നമ്മൾ വണ്ടിയൊക്കെ ക്രോസ് ആക്കി നിർത്തിയിട്ടുണ്ട്, അത് മരമൊക്കെ നോക്കണ്ടോ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്, നമ്മൾ ബോർഡ് തകട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാടാൻ ഞാൻ തന്നെ ചാടിരും, വേറെ ആരും ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബോർഡ് റെഡി ആയിക്കണ്ടോ, നമ്മൾ ചെല്ലണം. അപ്പോൾ ഉപ്പായൊക്കെ ഒന്ന് അയച്ചിടാ തൽക്കാലം വെച്ച്. ഞാൻ ബോട്ട് റെഡി ആയിട്ട് ബോട്ട് കഴിച്ചില്ല, ബോട്ട് കഴിക്കിട്ടില്ല. വടി പറ്റിച്ച വീണ്ടും ശരിക്കുന്നു. സമയം ഒരുപാടായുണ്ട്, അതൊക്കെ നമ്മൾ ചെക്കന്മാർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവം റെഡിയാണ്, സെറ്റാണ്. ആ ഒരു മൂവിങ്ങിലെ ടൈമിംഗ് ഇല്ല, ഇവിടുത്തെ നല്ല സെറ്റ് വരുമ്പോൾ ഇതിന് നിൽക്കണം, എല്ലാവരും കയറി പോകുമ്പോൾ ബൈക്കിൻ്റെ പോകുന്നത്. അപ്പോൾ നമുക്ക് വലിയ സ്ഥലത്ത് നോക്കാം നമുക്ക് നെക്സ്റ്റ്. അപ്പോൾ ഫൈനലി ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ലോങ് സ്പേസ് ആയിട്ട് കിട്ടാൻ പോകുന്നത് ഇതാണ് നമ്മുടെ മാട്. അപ്പോൾ ഈ ഒരു പുഴ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ലോങ് ആയിട്ട് കിട്ടും, മറ്റേ നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് കിട്ടിയില്ല. നിങ്ങൾ കണ്ടിട്ട് ആ കുളത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നല്ല വൈഡായിട്ട് കിട്ടും, എത്ര ലെങ്ത് വേണമെങ്കിൽ കിട്ടും. നമുക്ക് ലെങ്ത് വേണമെങ്കിൽ കുറക്കാന്നുള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്കൊരു ആവറേജ് കിട്ടുന്ന രീതിയിൽ സെറ്റ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു വീലുണ്ടല്ലോ ഇതിലേക്ക് വെച്ചാണ് നമ്മുടെ ഇതിലേക്ക് എത്തണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് മൊത്തം അയക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ സ്റ്റേ കൊടുക്കണം. നമുക്കൊരു ഹുക്ക് അതിന് സ്റ്റേ കൊടുക്കാം. ആക്ച്വലി നമ്മളെ കയറ് ബാലൻസ് ചെയ്ത് വരാനാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അയക്കാം. അപ്പോൾ പക്ഷേ വരാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത്ര റിസ്ക് ഇത് ചെയ്യണത് നിങ്ങൾ ലൈക്കിനും കമൻറ്റിനും അതുപോലെ തന്നെ നിങ്ങൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അയച്ചു നോക്കുന്നത്.
അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവിടെ കമ്പി ഒന്നും കേട്ടോ കണക്കടിച്ചിട്ട് അത് റെഡിയാക്കണം ആദ്യം. അപ്പോൾ ഗൈസ് ഇന്ന് ഫുള്ളായിട്ട് ഡൗൺ ആണ്. കാരണം വെച്ചാൽ നമ്മൾ ആ ചെയ്ത് ഫുള്ള് ഫ്ലോപ്പ് ആയി പോയി. നമ്മൾ പകുതി എത്തുമ്പോഴേക്ക് സാധനം ഫുള്ള് സ്കിഡായി പോരായ്മ. നമ്മൾ ആ റിമ്മിൽ കണ്ടില്ലേ ഞങ്ങൾ കണ്ടോന്ന് അറിയില്ല. എന്നുവെച്ചാൽ ആ റിമ്മിൽ നിന്ന് കയറി ഇങ്ങനെ ഇറങ്ങി പോരാണ്. നമ്മൾ ആ റിങ് കുറഞ്ഞ വീതിയിലുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എത്തുമ്പോഴേക്കും പിന്നെ വരുന്നതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോവാണ്. അപ്പോൾ എന്താ കയറി നമുക്ക് പുതിയൊരു വഴി നോക്കാം. അത് നിങ്ങൾ കാണാതെ എന്താണെന്നുള്ളത്. ഓ മച്ചന്മാരെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. എപ്പോഴേക്കും സ്ഥലമാണ് കേട്ടോ. ആദ്യം വന്ന് മടങ്ങി പോകുന്നതാണ്. അടുത്ത രക്ഷ പരിപാടി വെച്ചാൽ ഈ റിമ്മിൻ്റെ പുറത്തേക്ക് പോകണം നമ്മളെ കയറ്. കേട്ടോ ഈ 2 ആണി ഇങ്ങനെ കൊടുത്തിട്ട്, അതായത് 3 സൈഡിൽ ഇങ്ങനെ 1 2 സൈഡിൽ ഇങ്ങനെ ഒരേപോലെ ആണി എടുത്ത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്തായാലും ഇതിലേക്ക് ചിരിക്കാനും അതുപോലെ ആസ്വദിക്കാനുള്ള ഒരു വക നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ടയർ അയച്ചിട്ടുണ്ട്. അതായത് നമ്മൾ റിമ്മ് അവിടെ കുടുക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വേണ്ടി വെച്ചാൽ നമ്മുടെ കയറുണ്ടോ, നമ്മൾ കയറല്ലേ അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ഇവിടെ സെറ്റ് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കയറും അതുപോലെ കൊടുത്തു കഴിഞ്ഞു. ഈ ഒരു ബുക്ക് ഉണ്ടല്ലേ ഇത് റെഡി ആയി കഴിഞ്ഞു. നെക്സ്റ്റ് ചേഞ്ച് ചെയ്ത് നമ്മൾ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇത് എന്ത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാലോ നമുക്ക് ആദ്യം സൈഡിൽ തന്നെ കൊണ്ടുപോയിട്ട് പോകാം. നമ്മളെ ഫസ്റ്റ് സൈഡിലെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതേ സൈഡിൽ നമ്മൾ കൊണ്ടുപോകുക ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യുക അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന നോക്കാം. സെറ്റ് ആണെങ്കിൽ നമുക്ക് സെൻറ്ററിലേക്ക് പോവാം. സെൻറ്റർ പോകാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആയില്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് പോയി വന്നിട്ടുണ്ട്. എത്തിയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനിപ്പോൾ കുടുങ്ങി പോയി. അപ്പോൾ എന്തേ നമ്മൾ ഗോപ്രോ കൊണ്ട് പോകണ്ടോ? ഗോപ്രല്ല ഫോണാണ്. അപ്പോൾ നമ്മൾ കവറൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് അപ്പോൾ ഞാൻ പോയി നോക്കാം നമുക്ക്. ഇത്രയും വലിയൊരു പുഴയിൽ ഇങ്ങനെ സുഖമായിട്ട് പോവാ. സംഭവിക്കില്ലോട്ടോ വേറെ ലെവല്. പിന്നെ ഫോണിന് ചെറിയ പേടിയുണ്ട്. കയ്യിൽ നിന്ന് പറയുക പോയാൽ കഴിഞ്ഞിട്ടോ. ശരിയാക്കി ലോക്ക് ഇട്ട് നിർത്തിയേക്കാണ്. പറഞ്ഞാലേ നീന്തിൻ്റെ എത്തില്ല അവിടേക്കാ. ഞാൻ കാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. എന്നാലും പൊളിക്കാൻ പോകും. ഒറ്റ ടേക്കെങ്കിലും എടുത്തില്ല മോശമല്ലേ. ഇത്രയും വന്നിട്ട് ഒന്നിലും ഇത്രയും കഷ്ടപ്പെട്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി നമ്മൾ നോക്കണ്ടേ. സെറ്റ് രക്ഷയില്ല. മരിക്കുന്നില്ലേ? Come on baby, come on. ഒരു മേളത്തിന് വായിച്ചാൽ മതി. വീണ്ടും കുടുങ്ങി സംശയമുണ്ട്.
എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തൊക്കെയോ കാട്ടി ഒന്നുമല്ല രസമൊന്നുമില്ല. സ്പീഡ് കുറച്ച് കമ്മിയാണ് ശരി. ഇനി ഉണ്ടായിരിക്കാൻ ഞാൻ തറയിൽ കയറും. അപ്പൊ കഴിച്ചേക്കുന്നുണ്ടായി നമ്മുടെ വീഡിയോ അങ്ങനെ തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ അടിച്ചു പോയി ചെയ്തില്ല നമ്മൾ. കാരണം വെച്ചാൽ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ബാഡ് ഇനി പിന്നെ രണ്ടാമത്തെ ആ ഒരു സീസൺ വന്നപ്പോഴല്ലോ വേറെ ലെവലിൽ കേട്ടോ. നമ്മൾ ആ സൈഡിൽ കൂടെ പോകുന്നപ്പോൾ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരെല്ലാം കിഡിലാണ് പോകുന്നുണ്ട്. ഒരു സ്പീഡ് കമ്മി ഉണ്ടോ സംശയമുണ്ട്. പിന്നെ സെൻറ്ററുകളാക്കിയപ്പോൾ ഹെവി ലെവലിന് വെച്ചാൽ പോലെ ഹെവി ലെവല് അതിങ്ങനെ പറഞ്ഞറിയാൻ കഴിയില്ല. നമ്മൾ ചെയ്തു നോക്കണം. അത്രയും ആൾക്കാർ നടുവില്ല നമ്മളൊരു പൊട്ടയൊക്കെ പക്ഷെ വേറെ ലുക്ക് കേട്ടോ. എല്ലാവരും ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിലും എന്തൊരു ഭീകരജന്തു സെൻറ്ററിൽ കൂടെ വരുന്ന മാതിരി തോന്നുന്നുണ്ടോന്നില്ലേ. ആൾക്കാരൊക്കെ ആ ഒരു ഫീലോട് കൂടി നിൽക്കുക കേട്ടോ. ഞാൻ ആ നമ്മുടെ ക്യാമറ കൈ പിടിച്ചപ്പോൾ ആൾക്കാർക്ക് നോക്കി എന്താണ് സംഭവം. പക്ഷെ ഇത് വേറെ ലെവലാണ്. നമ്മുടെ എന്താ പറയുക, നമ്മൾ ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുക. നമ്മളൊരു ബോട്ടിൽ പോകണ മാതിരിയല്ലല്ലോ. നമ്മൾ വെള്ളത്തിൽ ആ ഒരു ഇതിന് പുറത്തു കൂടെ ഇങ്ങനെ എന്താ പറയുക അതിന് വലിച്ചു കൊണ്ടുപോകുമ്പോണ്ടല്ലോ വേറെ ലെവലാണ് വെച്ചാൽ വേറെ ലെവലാണ് വെച്ചാൽ നമ്മുടെ വീഡിയോ നമ്മൾ ഒറ്റയ്ക്ക് മാത്രമല്ല എടുത്തത്. ഒരുപാട് ആൾക്കാർ സഹായികളായിട്ടുണ്ട്. ഫസ്റ്റ് ദിവസം വന്ന അരസായാലും ശരി, രണ്ടാമത്തെ ദിവസം വന്ന അർഷായാലും ശരി. അതിൻ്റെ ഇടയിൽ വേറെ യൂട്യൂബർ നമ്മൾ ചെക്കനുണ്ട് കേട്ടോ. ഒരു ലിങ്ക് താഴെ കൊടുക്കുക, നമ്മൾ കൂടി ചെക്ക് ചെയ്യാം കേട്ടോ. അടിപൊളി യൂട്യൂബർ ആൾമാരാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ബെല്ലൈക്കൺ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. എന്നാൽ മാത്രമായിരിക്കും നമ്മൾ പിടിച്ച പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ വരുന്നവരെ ക്യാമറമാൻ അർജുന ബിസിനസ് താല്പര്യമുണ്ടോ നമ്മളെ ബോട്ടിൽ കയറാൻ? ധൈര്യം വഹിക്കാൻ തോന്നുന്നു. അപ്പം എന്തേ നമ്മൾ ഗോപ്ര കൊണ്ട് പോകണ്ടോ? ഗോപ്രല്ല ഫോണാണ്. അപ്പോൾ നമ്മൾ കവറൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി നോക്കാം നമുക്ക്. ശരി ഇതെന്താ വള്ളത്തിൽ കിടക്കല്ലേ?